ഹലോ ഫ്രണ്ട്സ്, ഹിന്ദു അനാലിസിസിലേക്ക് സ്വാഗതം. ഹിന്ദുവിനൊപ്പം നമ്മളുടെ ഇന്ത്യയിലെ ഏതാണ്ട് 8ഓളം പ്രധാനപ്പെട്ട പത്രങ്ങളും PIB അടക്കമുള്ള വാർത്തകളുടെ വിശകലനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അലിഗേഷൻ സീരിയസ്, ട്രൂത്ത് ഹാസ് ടു കം ഔട്ട് ഇൻ സ്നൂപ്പിംഗ് ഇഷ്യൂ, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ബെഞ്ച് directs the petitioners to serve copies of the petitions on the government. സുപ്രീം കോടതി പറഞ്ഞു, ട്രൂത്ത് ഹാസ് ടു കം ഔട്ട്, സത്യം പുറത്തു വരണം. പെഗാസസ് സ്നൂപ്പിംഗ് കേസിൽ നമുക്കറിയാം, ഒരുപാട് ആളുകളുടെ ഇസ്രായേൽ ബേസ്ഡ് ടെക്നോളജി to spy on civilians, journalists, ministers, parliamentarians and activists were no doubt serious എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അത് സ്വകാര്യതയിന്മേലുള്ള കടന്നുകയറ്റമാണ്, ഇന്ത്യയിലെ നിയമങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് സുപ്രീം കോടതി മുൻപോട്ടേക്ക് വെച്ചിരുന്നു. എന്നാൽ ഗവൺമെന്റിന് ഒരു നോട്ടീസ് സുപ്രീം കോടതി ഫോർമലായിട്ട് അയച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം ഇന്ത്യയുടെ സ്കിപ്പർ മൻപ്രീത് സിംഗ് സെലിബ്രേറ്റ് ആസ് ജർമ്മൻ പ്ലെയർ ലൈസ് ഓൺ ദി ഗ്രൗണ്ട് ആഫ്റ്റർ ദെയർ ബ്രോൺസ് മെഡൽ മാച്ച് ഇൻ ടോക്കിയോ തേഴ്സ്ഡേ. ഇന്ത്യക്ക് ഹോക്കിയിൽ ഒരു മെഡൽ ലഭിച്ചിരിക്കുന്നു. നമ്മൾ വലിയ അഭിമാനകരമായ കാര്യമാണ്. നമുക്ക് ഒരു 41 വർഷത്തിന് ശേഷം ഹോക്കിയിൽ മെഡൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന് ഇത്രയും മെഡലുകൾ മതിയോ എന്നുള്ളതും നമ്മൾ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം സാൻ മരീനോ എന്ന് പറയുന്ന കൊച്ചു രാജ്യം 5 അത്ലറ്റുകളാണ് അവരുടേത് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അവർക്ക് 3 മെഡൽ കിട്ടി. അപ്പൊ ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഇത്രയും മെഡലുകൾ മതിയോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ലോക്കൽ പേജിലെ വാർത്തകൾ നമ്മൾ ഒഴിവാക്കുകയാണ്. പ്രാദേശിക വാർത്തകളാണ് നമ്മളെ സംബന്ധിച്ച് അത്ര ആവശ്യമുള്ള വാർത്തകളല്ല. Not always fair game. State must guard against zealous paternalism while seeking to curb activities online. Good intentions do not always make for good legislation. Tamil Nadu government effort to protect its youth from the temptations of online gambling by amending a colonial gaming law to ban online rummy and poker has not survived judicial scrutiny. Its amendment to the Tamil Nadu Gaming Act 1930 has been struck down by the Madras High Court, which found the prohibition unreasonable because it sought to bring even games predominantly of skill under the label of gambling. If there was an element of betting or even prize money or any other stake involved. കോടതി പറഞ്ഞത് തമിഴ്നാട്ടിൽ ധാരാളം ചെറുപ്പക്കാർ ഈ ഓൺലൈൻ റമ്മിക്കും മറ്റും അഡിക്റ്റഡ് ആണ്. അങ്ങനെ അവരുടെ പൈസ കളയുന്നു. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ പഴയ നിയമത്തിൽ മാറ്റം വരുത്തി അത് നിരോധിക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് വന്നു. പക്ഷെ കോടതി പറഞ്ഞു അങ്ങനെ അത് അൺറീസണബിൾ ആണ്, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഒരു പരിധിവരെ ഇതൊരു സ്കില്ലിന്റെയും കൂടി കാര്യമാണ്. അപ്പോൾ ഒരു ഗെയിംസിൽ സ്കിൽ ആൻഡ് ഗെയിംസ് ഓഫ് ചാൻസ്, അവിടെ ഗെയിമിംഗ് എനിത്തിങ് ദാറ്റ് ഇൻവോൾവ് സ്റ്റേക്സ് കോൺട്രറി ടു ജുഡീഷ്യൽ പ്രൊനൗൺസ്മെന്റ്സ് circumscribing the term to games that are based on chance in an audacious move to the court found completely unacceptable. The amending act sought to turn the statute on its head by replacing the section that provide exemption to games of skill from its purview with one that said it would apply to even games of skill if played for wager, bet money or stake. അപ്പൊ ഇവിടെ കോടതി പറഞ്ഞ ഒരു കാര്യം,
ഇതിലെ ഇത്തരം കേസസിൽ വരുമ്പോഴുള്ള ഒരു കാര്യം, വാട്ട് വാസ് വൺസ് ദ എക്സംഷൻ ഓർ എസ്കേപ്പ് പ്രൊവിഷൻ ഹാസ് നൗ ബീൻ ഗിവൺ ദ മോസ്റ്റ് ക്ലോസ്ട്രോസ്ട്രോഫിക് stranglehold and has the possibility of bringing about most ridiculous and unwanted result if applied in letter and spirit. One of the problems of political populism is that the state takes its paternalistic role too seriously. നമുക്ക് ഇതിന്റെ രണ്ട് വശങ്ങളും ചർച്ച ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു മാർഗം എന്നുള്ളത്. Notions of individual freedom and choice tend to be forgotten. Another problem is that moral element is predominant in such laws, often to detriment of the reasonableness of the provisions. Banning instincts അല്ലെങ്കിൽ ഇത്തരം ഗെയിമുകൾ ബാൻ ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമെന്നുള്ളതും ഹിന്ദു ഓർമ്മപ്പെടുത്തും. ഇന്ത്യയുടെ ഫ്ലഡ് മാനേജ്മെന്റിൽ ഒരു കറക്ഷന്റെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ആർട്ടിക്കിൾ നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് കിടക്കും. ആസാം മിസോറാം ഇഷ്യൂവിനെ കുറിച്ചുള്ള മറ്റൊരു ആർട്ടിക്കിൾ. പാൻഡമിക് ഓഫ് distrust. Those residing vaccination mostly conform to a specific social, cultural, and political profile. President Joe Biden and director of CDC warned this week that COVID-19 crisis in the US was becoming a pandemic of the unvaccinated. US le ഒരുപാട് പേര് ഇപ്പോൾ വാക്സിൻ എടുക്കുന്നില്ല. This underscores the growing divergence across US states and communities in terms of the prevalence and intensity of the Delta variant infection. അപ്പൊ അതുകൊണ്ട് ഡെൽറ്റ വേരിയന്റ് ഇൻഫെക്ഷൻ അവിടെ കൂടുകയുണ്ട്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് കൂടുതലും എടുക്കാതിരിക്കുന്നത്. Approximately 30% of adult population has yet to be vaccinated. 12-17 ഗ്രൂപ്പിൽ 58%. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. To date, 348 million doses have been given so far. This came on the back of the firm commitment by the Biden administration to follow the science in the tackling of pandemic and quickly secure pledges from vaccine manufacturers. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അതിനോട് പറഞ്ഞിട്ടുള്ളത് ശക്തമായ നടപടിക്രമങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. 193 മില്യൺ അമേരിക്കൻസിന് ഇപ്പോൾ ഒരു ഡോസ് എങ്കിലും കിട്ടും. 165 മില്യൺ പീപ്പിൾ അവർക്ക് ആവശ്യത്തിനുള്ള ഡോസ്, അവിടെ വൺ ഡോസും ഉണ്ടല്ലോ, സിംഗിൾ ഡോസ് വാക്സിൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അഡൽട്ട് വാക്സിൻ എടുക്കാൻ റെസിസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ളവരുടെ എണ്ണവും ഉണ്ട്. Predominantly those who are rural, white, politically conservative, evangelic Christian, അവരൊക്കെ എടുക്കാൻ വിമുഖത കാണിക്കുകയാണ്. According to surveys, and the second that are open to considering getting vaccinated but would to wait for some time before committing to it. The second cohort is like that the first, mixed to an extent, but primarily consists of diverse urban group, younger in age, often democratic, and includes minorities such as African Americans and Latin Americans. പിന്നെ പല ആളുകളും തീരുമാനത്തിൽ അവരത് എടുക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു വാക്സിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. Why are government schools not the first choice? Anita Rampal, Faculty of Education ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. Improving the infrastructure of government schools will make them more attractive. Government schools-ന് പ്രയോറിറ്റി കൊടുക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. Opposition joined farmers still today. Opposition farmers ജന്തർ മണ്ഡലിൽ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. അവരുടെ ഒപ്പം ഒപ്പോസിഷൻ പാർട്ടീസും ചേരുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ കാണുന്നത്. Defense Services Bill will lapse after a year. Right to protest stays. Defense official. The Essential Defense Services Bill 2021 passed by Rajya Sabha on Thursday does not come into effect unless it is invoked and is in place for only 1 year, a defense official said.
ഡിഫൻസ് സർവീസസിലുള്ള ആളുകൾ സമരം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തതാണ്. യു പിയിൽ പാവപ്പെട്ടവർക്ക് ഫ്രീ റേഷൻ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് BJP എത്തുന്നു. യു പിയിൽ 400 സീറ്റ് കിട്ടുമെന്നാണ് അഖിലേഷ് യാദവിന്റെ SP സമാജ്വാദി പാർട്ടി വിശ്വസിക്കുന്നത്. ജയശങ്കർ Tehran trip holds key amid Afghan developments. His visit also signals easing bilateral tensions. External Affairs Minister ടെഹ്റാനിൽ അറ്റൻഡ് ചെയ്യുന്നു. പുതിയ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ഇന്ത്യയും ഇറാനുമായിട്ടൊരു നല്ല ബന്ധമുണ്ടായിരുന്ന രാജ്യമാണ്. US സാങ്ഷൻസ് ഒക്കെ ഉള്ളപ്പോഴും നമ്മൾ നേരത്തെ ഓയിലൊക്കെ ഇറക്കുമതി ചെയ്തിരുന്നു. പക്ഷെ അടുത്ത കാലത്ത് ആ ബന്ധത്തിൽ കുറച്ച് വിള്ളലുകൾ വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇന്ത്യ ക്യാൻസലിംഗ് ഓയിൽ ഇമ്പോർട്ട്സ് ഡ്യൂ ടു US സാങ്ഷൻസ്. അപ്പോൾ ചബ്ബാർ പോർട്ടിന്റെ പ്രോഗ്രസ് നടക്കുന്നുണ്ട്. ഇറാനിയൻ കമന്റ്സ് ഓൺ കാശ്മീർ, അതും ഒരു പരിധി വരെ നമ്മുടെ ബന്ധത്തെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറാനുമായിട്ടൊരു ബാലൻസ്ഡ് അപ്രോച്ചിലേക്ക് പോകാം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ചും ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പോലെയുള്ള തീവ്ര നിലപാടുകാർ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. %80 IIT Guwahati dropouts are from reserved quotas. ST/SC കമ്മ്യൂണിറ്റി എന്നുള്ള വിദ്യാർത്ഥികളാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവര് ഡ്രോപ്പ് ഔട്ടായി മാറുന്നത് എന്നുള്ളൊരു വാർത്ത ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. BJP ruled states getting more jobs. മമത അക്യൂസ് ചെയ്തിരിക്കുക. നോബൽ ലൗറേറ്റ് അഭിജിത് ബാനർജിയുമായിട്ടുള്ള ഒരു മീറ്റിംഗ്, മമതാ ബാനർജിയുമായിട്ടുള്ള ഒരു മീറ്റിംഗ്. അപ്പം എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് August 12 ലോഞ്ച് ചെയ്യും. ISROയുടെ പ്രധാനപ്പെട്ട വാർത്തയാണ്. സാറ്റലൈറ്റ് EOS-03 will be carried on board 14th flight of the GSLV, the GSLV F-10, and will place satellite in geosynchronized transfer orbit. Britain will not recognize a Taliban government that takes power by force. ബ്രിട്ടൻ താലിബാൻ ഗവൺമെന്റിനെ അംഗീകരിക്കത്തില്ല, അവർ അധികാരം പിടിച്ചെടുക്കുന്നത് ജനാധിപത്യ മാർഗത്തിലൂടെ അല്ല എങ്കിൽ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോഴ്സ് ഉപയോഗിച്ച് അധികാരത്തിൽ ഏറ്റെടുത്താൽ അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. No plan to house Indian military base on അഗേലിയ ഐലൻഡ്, മൗറീഷ്യസ് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് മൗറീഷ്യസ്. അപ്പോൾ ഇന്ത്യയെ ഒരു മിലിറ്ററി ബേസ് റിമോട്ട് ഐലൻഡ് അഗേലിയയിൽ സെറ്റ് ചെയ്യാൻ അനുവദിക്കും. അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മെയിൻ ഐലൻഡിൽ നിന്നും 1000 കിലോമീറ്റർ മാറിയാണ് ഈ അഗേലിയ എന്ന് പറയുന്ന ഐലൻഡ്. ഇന്ത്യയും മൗറീഷ്യസുമായിട്ട് അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രവിന്ദ് ജഗന്നാഥിന്റെ അഡ്വൈസർ കെൻ എറിയാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ചാക്കോസ് ഐലൻഡ്, the report raised fears of repeat 1965 decision by Britain to separate Chacos Island from Mauritius and set up a joint military bases with the United States on Diego Garcia, the largest of the isles. The decades-old move has sparked protest by Chacosians who accuse Britain of carrying out illegal occupation and barring them from their homeland. Britain insists the islands belong to London and has renewed a lease agreement with the United States to use Diego Garcia until 2036. Diego Garcia played a strategic role during the Cold War and then
used as an air base, including during the war in Afghanistan. ഡിഗോ ഗാർഷ്യ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഹോക്കി ടീം മിന്റെ ഫോട്ടോഗ്രാഫാണ്. ഇന്ത്യയുടെ വിജയം സ്പോർട്സ് പേജിൽ ഹിന്ദു സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട നമ്മളുടെ അബ്സല്യൂട്ടിന്റെ തന്നെ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക്, ക്യാൻഡി അനാലിസിസിലേക്ക് നമ്മൾ പോകുന്നു. വളരെ ഇൻഡെപ്തിൽ അബ്സല്യൂട്ടിന്റെ ടീം, റിസർച്ച് ടീം ചെയ്യുന്ന ഇൻഡെപ്ത് അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രധാനപ്പെട്ട വാർത്തകളോ അവയുടെ വിശകലനത്തിലേക്ക് വേണം പോകുന്നത്. ഇന്ത്യ നേപ്പാൾ ഫ്ലഡ് മാനേജ്മെന്റ് നീഡ്സ് കോഴ്സ് കറക്ഷൻ. GS2 IR-മായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നിതീഷ് കുമാർ ഷുഡ് ബി ക്രെഡിറ്റഡ് ഫോർ ബ്രിങ്ങിങ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ടു ദ പോപ്പുലർ ഇമാജിനേഷൻ ഇൻ ബീഹാർ. നമുക്കറിയാം, കാഠ്മണ്ഡു, unlike the indifference shown by Kathmandu on matters of floods and water management in recent years, the history of cooperation between India and Nepal for embankments starting in the 1950s is worth looking at. When work on the Koshi embankment started in 1955, a group of retired Nepali soldiers came over voluntarily to join hands with Indian volunteers and start the work. Such progressive government-citizen interface could not sustain itself, and water cooperation between the two countries for a common cause waned. Consequently, not much has happened barring the use of water resources for hydroelectric generation. In his early days, Bihar Chief Minister അദ്ദേഹം പറഞ്ഞു കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ ആവശ്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഓഗ്മെന്റേഷനിലും ഡാംസും റിസർവോയേഴ്സും ഒക്കെ തന്നെ പണി കഴിപ്പിക്കുന്നതിൽ ആവശ്യമാണ് എന്ന് പറയുകയുണ്ട്. പലപ്പോഴും ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയാണ് ബീഹാറും അതുപോലെ നേപ്പാളിലെ പല പ്രദേശങ്ങളും. അപ്പൊ ഈ ഫ്ലഡ് പ്ലെയിൻ മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് സംഭവിക്കുന്നു, നോവൽ കൊറോണ വൈറസിന്റെ ഇഷ്യൂസ് മറ്റൊരു സൈഡിലുണ്ട്. ഇത്തരം ഘട്ടത്തിൽ ബീഹാറിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് 2 ഡോക്യുമെന്റ്സ് റിലീസ് ചെയ്തു, പ്രീ ഫ്ലഡ് പ്രിപ്പയർഡ്നെസ്സും ഫ്ലഡ് കൺട്രോൾ ഓർഡറും. ഇതിന്റെ എയിം എന്ന് വെച്ചാൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ ഈ ഫ്ലഡ് പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഫ്ലഡിങ്ങിന്റെ ഒരു ബേസ് എന്താണ്? ഫ്ലഡ് മാനേജ്മെന്റ് ഇംപ്രൂവ്മെന്റ് സപ്പോർട്ട് സെന്റർ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഫ്ലഡിന്റെ ഡിവാസ്റ്റേഷൻ കുറയ്ക്കാൻ സാധിക്കും. നേപ്പാളിൽ നിന്ന് ഒറിജിൻ ചെയ്ത കോശി ഹൈ ഡിസ്ചാർജ് ആൻഡ് സെഡിമെന്റ് ലോഡ് ഇൻ ദ കോശി, ഗണ്ഡക്, ബുരി, ഗണ്ഡക്, ബഗ്മതി, കമലബാലൻ, മഹാനന്ദ, അധ്വാര, അതൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ് കാര്യമായിട്ടില്ല. ഇപ്പോൾ വാട്ടർ പെട്ടെന്ന് യൂസ് ടു എയ്ഡ് ഫാമിംഗ് ഇൻ ദ റീജിയൻ. പ്രധാനമായിട്ട് ഈ വെള്ളം കൃഷിക്കാണ് ഉപയോഗിച്ചിരുന്നത്. കോസി ട്രീറ്റി 54 വന്നതാണ്, അണ്ടർ വിച്ച് embankments in Nepal were established and maintained as no futuristic and does not make enough provisions for the maintenance of embankments and the rivers changing their course. ഇടയ്ക്കൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ റിവേഴ്സ് അവയുടെ ഗതി മാറി ഒഴുകും, അതും പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്റ്റോൺസ്, സാൻഡ്, സിൽറ്റ് ഇതെല്ലാം തന്നെ ഈ കൊണ്ടുവരികയാണ്. ഇപ്പൊ ഈ നദി ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് പോയില്ല എങ്കിൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത കൂടുകയാണ്. കാരണം നദിയുടെ ആഴം വർദ്ധിക്കുന്നില്ല. ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസിൽ 53 പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്തിരുന്നു. അന്നാണ് ഒരു വിഷണറി കോശി സ്കീം അദ്ദേഹം മുൻപോട്ടേക്ക് പറയുന്നത്.
എന്താണ് ഈ കോശി റിവർ? കോശി എന്ന് പറയുന്ന ട്രാൻസ്ബൗണ്ടറി റിവറാണ്. ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ ഈ 3 രാജ്യങ്ങളിലൂടെയാണ്. നോർത്ത് ബീഹാറിൽ അത് ക്രോസ് ചെയ്യും ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി. ഗംഗയായിട്ട് ചേരും. കുരുസേല, കത്തിവാർ ഡിസ്ട്രിക്ട്, ആ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അൺസ്റ്റേബിൾ നേച്ചറാണ് കോശി റിവറിനെ പലപ്പോഴും ശ്രദ്ധേയമാക്കുന്നത്. ഫ്ലഡിങ് എക്സ്ട്രീം എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോറോ ഓഫ് ബീഹാർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ ഫ്ലഡ് ഏതാണ്ട് 21,000 കിലോമീറ്ററിലുള്ള ഫെർട്ടൈൽ അഗ്രികൾച്ചറൽ ലാൻഡ്സിനെ അഫക്റ്റ് ചെയ്യാറ്. ഗവൺമെന്റ് സ്കൂൾസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു ലേഖനം ഹിന്ദുവിന് ചർച്ച ചെയ്യുന്നുണ്ട്. ഗവേണൻസുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, കേന്ദ്രീയ വിദ്യാലയാസ്, there are different kinds of government schools which are well resourced with good infrastructure and good teachers. അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാൻ കുട്ടികളുടെ തിരക്കാണ്. ജവഹർ നവോദയ വിദ്യാലയാസ് which are known as islands of excellence. അപ്പോൾ അവിടെയും കോമ്പറ്റീറ്റീവ്ലി ആണ് ആളുകൾ അഡ്മിഷന് വേണ്ടി നോക്കുന്നത്. റെസിഡൻഷ്യൽ സ്കൂൾസ് ഉണ്ട് റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അവിടെയും ആളുകൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് നോക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് കൂടുതലായിട്ട് കടന്നു വരേണ്ടതുണ്ട്. റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 29. Every child between the ages of 6 to 14 years has the right to free and compulsory education. അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിൽ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിൽ ആർട്ടിക്കിൾ 21A പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. UPSC പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണിത്, 21A എന്ന് പറയും. അപ്പോൾ ചൈൽഡ് ലേബറും ചൈൽഡ് മാരേജും പോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം. മിഡ് ഡേ മീൽ സ്കീംസ് ഒരുപാട് വിദ്യാർത്ഥികളെ സ്കൂളിൽ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ്. 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സാധാരണ സ്കൂളുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിച്ച് ഗവൺമെന്റ് സ്കൂൾസിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു ലേഖനം മുൻപോട്ടേക്ക് വെക്കുന്ന ആശയം. അപ്പം ആസാം മിസോറാം ഇഷ്യൂ എങ്ങനെ ടാക്കിൾ ചെയ്യാം, അവിടെ ബൗണ്ടറി ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമാണ്. 17 വർഷം before, almost 1.5 centuries ago and 17 years before, the Lushai Hills was annexed to British Assam in 1892. Inner line boundary of the Lushai Hills was fixed in 1875 on the southern border of Assam's Kachar district. Post-independent ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? കൊളോണിയൽ പ്രാക്ടീസിൽ ഫിക്സിംഗ് ബോർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രിസൈസ് ബോർഡേഴ്സ് ഒന്നും അല്ല, നാച്ചുറൽ മാർക്കേഴ്സ് ആണ്. റിവേഴ്സ് ഹിൽസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ബോർഡർ സെറ്റ് ചെയ്തത്. മിസോറാം ഗവൺമെന്റ് ഈ ബൗണ്ടറി ആക്സെപ്റ്റ് ചെയ്തു. കൊളോണിയൽ ഗവൺമെന്റ് വരുത്തിയതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. ഇന്നർ ലൈൻ പെർമിറ്റ് ബംഗാൾ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെഗുലേഷന്റെ രീതിയിൽ കൊണ്ടുവരുന്നു. അത് ലൂഷായ് ഹിൽസ് ഡിസ്ട്രിക്റ്റിനും ആപ്ലിക്കബിൾ ആയി. 1875 ബൗണ്ടറിയിൽ വിച്ച് ഇൻവോൾവ് എ പ്രോക്സി Suak Pulala, one of the Lushai chiefs, the Mizoram government perceives that the boundary instituted by this revision sidestepped them and amounted to unilateral superimposition driven as it were by administrative convenience. പിന്നീട് എന്തായി? ബൗണ്ടറിയിൽ ചേഞ്ചസ് വരുത്തി അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ്ട് 580 സ്ക്വയർ മൈൽസ് ഉള്ള ലൂഷായ് ഹിൽസ് ഇന്നർ ലൈൻ ഫോറസ്റ്റ് റിസർവ് ഏരിയ, അത് ആസാം ഫോറസ്റ്റ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോ ഇതിനെ ഈസ് ബീയിങ് സീറ്റഡ് ആസ് വൺ ഓഫ് ദ ഗ്ലെയറിംഗ് എക്സാമ്പിൾസ് ഓഫ് എൻക്രോച്ച്മെന്റ് ബൈ ആസാം ഗവൺമെന്റ് ഇൻ ടു ലൂഷായ് ഹിൽസ്. ഇപ്പൊ മിസോറാമിന്റെ ഭാഗമാണ്. അപ്പൊ അതൊരു എൻക്രോച്ച്മെന്റ് ആയിട്ടാണ് ചില ആളുകൾ കൺസിഡർ ചെയ്തത്. ഇപ്പൊ ബോർഡേഴ്സ് ഒരു പെർസെപ്ഷൻസോ വെച്ച് സെറ്റ് ചെയ്യേണ്ട ഒന്നല്ല. അത് ആസാം ഗവൺമെന്റ് പക്ഷെ മിസോറാമിന്റെ വ്യൂസ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ആസാം പറയുന്നു മിസോ പ്ലാന്റേഷൻ ആൻഡ് സെറ്റിൽമെന്റ്സ് ഇൻ ദ ഇന്നർ ലൈൻ റിസർവ് ഫോറസ്റ്റ് ഏരിയാസ് ആസ് എൻക്രോച്ച്മെന്റ്. അതൊരു എൻക്രോച്ച്മെന്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ലൂഷായ് ചീഫ് എസ്റ്റാബ്ലിഷ്ഡ് എ വില്ലേജ് സെദിപൂർ ഓൺ hill nearly 10 miles from Sichar, the capital of Kachar. അത് അത്തരം കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ പറ്റില്ല. പുതിയൊരു അവിടെ ഒരു ലൂഷായ് ചീഫ് അവിടെ ഒരു വില്ലേജ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് പറ്റില്ല. അത് എൻക്രോച്ച്മെന്റ് ആയിട്ടാണ് ആസാം കരുതുന്നത്.
അപ്പം ഈ എൻക്രോച്ച്മെന്റ് 2020 സംഭവിച്ചതെന്നാണ് അസമീസ് ഒഫീഷ്യൽസ് പറയുന്നത്. അവർ മിസോ ഹട്ടൊക്കെ ബേൺ ചെയ്യുകയുണ്ടായി. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ മിസോസ് പറയുന്നത് നേരത്തെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവരുടെ ചീഫുമായിട്ടൊക്കെ സെറ്റിൽ ചെയ്ത ബോർഡർ ലൈൻസിന്റെ പ്രകാരമാണ് അവരവരുടെ നടപടിക്രമങ്ങൾ വരുന്നത്. അപ്പൊ റിസർവ് ഫോറസ്റ്റ് എന്നുള്ളതാണ് ആസാമിന്റെ വ്യൂ. ഇത് ലാൻഡ് അല്ല. അപ്പോൾ നമ്മളിവിടെ രണ്ട് അപ്രോച്ച് വേണം. സ്റ്റേറ്റ് സെൻട്രിക് അപ്രോച്ചും വേണം, പീപ്പിൾ സെൻട്രിക് അപ്രോച്ചും വേണം. അപ്പോൾ colonial state making and state expansion entail a fixing of borders. Outer limits of Assam proper and concomitant attempt to commercialize these commodities. അവിടുന്ന് ഓയിൽ, റബ്ബർ, കോൾ ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഈ ഏരിയയിൽ വിളയുന്നുണ്ട്. അപ്പോൾ ട്രേഡ് ആൻഡ് കൊമേഴ്സിനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. മറ്റൊരു സൈഡിൽ ട്രൈബൽസിന്റെ റൈറ്റ്സ് ഉണ്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ തുടങ്ങിയ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ലൂഷായ് എക്സ്പെഡീഷൻ 871 1872 നടത്തുകയുണ്ടായി. ബ്രിട്ടീഷ് ടീ പ്ലാന്റർ അത് ആദ്യ കാലഘട്ടത്തിൽ ഒരു ടീ പ്ലാന്ററെ അവർ കൊല്ലുകയും അവരുടെ മകളെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആസാം ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അവിടെ ഒരു 4000 സ്ട്രോങ് കമാൻഡോ ബറ്റാലിയനെ സ്ഥാപിച്ചു. അവരുടെ ഫോറസ്റ്റ് റിസർവ്, ഇത് അവരുടെ ഫോറസ്റ്റ് ലാൻഡാണ്. അതൊരു ഒരിക്കലും മിസോസിന്റെ അൺഒക്യുപ്പൈ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മിസോ പറയുന്ന ഒരു പീപ്പിൾ സെൻട്രിക് അപ്രോച്ച് വേണം. ചരിത്രപരമായ വസ്തുതകളൊക്കെ നോക്കുമ്പോൾ ആ ലാൻഡ് അവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിളിന്റെയാണ്. അതുകൊണ്ട് അവർക്ക് ആ ലാൻഡിൽ അവകാശം കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മിസോ മുൻപോട്ടേക്ക് വെക്കുന്നത്. അഗേല ഐലൻഡിൽ ഇന്ത്യൻ മിലിറ്ററി ബേസ് തുടങ്ങാനുള്ള പ്ലാൻ ഇല്ല. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത വാർത്തയാണ്, ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. 26.79 ആർട്ടിസാൻസ് പഹ്ചാൻ ഇനിഷ്യേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ പഹ്ചാൻ ഇനിഷ്യേറ്റീവ്? നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആൻഡ് കോംപ്രിഹെൻസീവ് ഹാൻഡിക്രാഫ്റ്റ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് സ്കീമാണ്. ഇവിടെ ഈ ഹാൻഡിക്രാഫ്റ്റ്സിന് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ അവരുടെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ നോക്കുന്നത്. സീറോ ഹങ്കർ ഗോൾ. സീറോ ഹങ്കർ ഗോള് നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ പ്രധാനപ്പെട്ടതാണ്. ഈ യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എല്ലാം പഠിച്ചു വെക്കുക. അത് മെയിൻസിൽ GS ആൻസർ ആയിട്ട് കൊണ്ടുവരുമ്പോൾ ശ്രമിക്കും. അതിനുവേണ്ടി പോവർട്ടി എലിമിനേഷൻ ഉണ്ട്, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഈ രണ്ട് കാഴ്ചപ്പാടുകൾ മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളത് ഫുഡ് അവൈലബിലിറ്റി മാത്രമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഫുഡ് ആക്സസും പ്രധാനമാണ്, ആളുകളിലേക്ക് എത്തണം. റിഡക്ഷൻ ഓഫ് പോവർട്ടി ഷുഡ് നോട്ട് ഓൺലി ബി സോൾഡ് ത്രൂ ലോവർ ഫുഡ് പ്രൈസസ് ബട്ട് ഓൾസോ ത്രൂ ഹയർ ഇൻകം. അപ്പോൾ ഫുഡ് പ്രൈസസ് കുറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. പോവർട്ടി മാറണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ ഇൻകം വർദ്ധിക്കണം, അവർക്ക് ഡീസന്റ് വർക്കിനുള്ള ഒരു അവസരം കിട്ടണം, എക്കണോമിക് ഗ്രോത്തിനുള്ള ഒരു അവസരം കിട്ടണം. സീറോ ഹങ്കറിൽ നേരിടുന്ന ചലഞ്ചസ് എന്താണ്? ഗ്ലോബൽ പൊല്യൂഷൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കാരണമാകുന്നുണ്ട്. എങ്ങനെയാണ്? ബയോമാസ് ബേണിംഗ് എയർ പൊല്യൂഷന് കാരണമാകും. അതുപോലെ ലാൻഡ് ക്ലിയറിംഗ്, ഫ്യൂവൽ കമ്പസ്റ്റൻ എമിഷൻസ്, ലാൻഡ് ഉഴുതുമറിക്കുമ്പോഴും പെട്രോളും ഡീസൽ ഉൽപ്പന്നങ്ങളും ഒക്കെ ഈ ട്രാക്ടറിലൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അതുപോലെ അഗ്രികൾച്ചറിൽ അമോണിയ എമിഷൻസ്, അത് ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ്ങിന് അല്ലെങ്കിൽ ഗ്ലോബൽ പൊല്യൂഷന് കാരണമാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് വലിയ പോയിന്റ്സ് ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നുണ്ട്. ആന്ത്രോപ്രോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, അത് ഫുഡ് സിസ്റ്റമാണ് 34% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓവർ കൺസംഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, അഗ്രികൾച്ചർ പലപ്പോഴും വാട്ടർ റിസോഴ്സസ് കൂടുതലായിട്ട് ഉപയോഗിക്കും, അത് വാട്ടർ സ്കേഴ്സിറ്റിക്ക് കാരണമാണ്. നൈട്രജൻ, ഫോസ്ഫറസ് ഇവയുടെ ഉപയോഗം, അത് പലപ്പോഴും ടെറസ്ട്രിയൽ മറൈൻ എക്കോസിസ്റ്റത്തിന് അപകടകരമാണ്. അപ്പൊ നിങ്ങളൊരു അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അത് ഗ്ലോബൽ പൊല്യൂഷൻ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് എഴുതാം, ഒരു എസ്സേ എഴുതുന്നത് നല്ലതാണ്. ജെൻഡർ ഇൻഇക്വാലിറ്റി ആണ്. അപ്പൊ പലർക്കും ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പൊ ചേഞ്ചസ് വരേണ്ടിയിരിക്കുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്
ഗോളുകൾ നിങ്ങൾക്കറിയാം 17 ഗോളാണുള്ളത്. Goal 1 no poverty, Goal 2 zero hunger, Goal 3 good health and well-being, Goal 4 quality education, Goal 5 gender equality, Goal 6 clean water and sanitation, Goal 7 affordable and clean energy, Goal 8 decent work and economic growth, Goal 9 industry innovation and infrastructure, Goal 10 reduced inequality, Goals 11 sustainable cities and communities, Goal 12 responsible consumption and production. Climate action, life below water, life on land, peace and justice, strong institution, participate on achieving the goal. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്നത്. 88% IIT Guwahati dropouts from reserved quotas. GS2 ഗവേണൻസിലുള്ളതാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കൂടുതൽ ഡ്രോപ്പ് ഔട്ടായി മാറുന്നു. അവർക്ക് വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വാർത്ത നമ്മൾ കാണുകയാണ്. Earth observation satellite to be launched on August 12. ഞാൻ ഓൾറെഡി ചർച്ച ചെയ്ത വാർത്തയാണ്, ഞാൻ അതിലേക്ക് വീണ്ടും വരുന്നില്ല. Center moves to redact retrospective tax law. Arbitration between India and Cain challenged the India retrospective taxation policy. Cain എനർജിയും ഇന്ത്യ ഗവൺമെന്റും തമ്മിലൊരു കേസ് ഉണ്ടായിരുന്നു. അതിൽ 2012 ഇന്ത്യ brought in legislation mandating retrospective tax demands over deals going back to 1962, in which shares in non-Indian companies were transferred to an Indian holding company. 2006-07, as part of the internal rearrangement, Cain UK transferred shares of Cain India holdings to Cain India. Later, Cain India divested roughly 30% of its shares through initial public offering. Mining conglomerate Vedanta acquired most of the Cain Energy shares. Cain UK was not allowed to transfer its 9.8 stake in Cain India to Vedanta. Income tax authorities പറഞ്ഞു അതുകൊണ്ട് 24,500 കോടി രൂപയുടെ ടാക്സ് ലയബിലിറ്റി അവരോട് പറഞ്ഞു. അതിനെതിരെയാണ് അവർ ഇന്റർനാഷണൽ ആർബിട്രേഷനെ സമീപിച്ചത്. അപ്പൊ ഗവൺമെന്റും ഒരു റിട്രോസ്പെക്റ്റീവ് ടാക്സ് ലോ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. Defense Services Bill will lapse after a year. എസെൻഷ്യൽ ഡിഫൻസ് സർവീസസ് ബില്ല് വന്നിട്ടുണ്ട്. എസെൻഷ്യൽ ഡിഫൻസ് സർവീസസിന് ഇവിടെ സമരം ചെയ്യാൻ പാടില്ല. കാരണം ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറീസ് അത് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ അത് റീസ്ട്രക്ചർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പല എംപ്ലോയീസും സമരം ചെയ്യാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഗവൺമെന്റ് പുതിയ ബില്ല് കൊണ്ടുവന്നു. ഈ ബില്ല് പ്രകാരം ഇവർക്ക് സമരം ചെയ്യാൻ സാധിക്കത്തില്ല. 70,000-ഓളം എംപ്ലോയീസ് ഉണ്ട് ഈ സ്ഥാപനങ്ങളിൽ. Lambani community. The three-time MLA from Badar district, Prabhu Bamala Chavan. അദ്ദേഹം ലംബാനി കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് ബീഹാറിൽ. അപ്പൊ ജംബാനി എന്നുള്ളത് ട്രഡീഷണൽ അറ്റയർ ആണ്. അവര് പലപ്പോഴും വേറെ അപ്പൊ അവരുടെ ഒരു നാഷണൽ ആവട്ടെ ഇന്റർനാഷണൽ സിറ്റുവേഷൻസിലാവട്ടെ. ലംബാഡീസ്, ബഞ്ചാരാസ് എന്നൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. നൊമാഡിക് ട്രൈബ്സ് ആണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്. അതിനുശേഷം അവര് കർണാടക, ആന്ധ്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോയി. എംബ്രോയിഡ്രേഡ് ട്രഡീഷണൽ അറ്റയർ ആണ് അവർ പലപ്പോഴും ധരിക്കുന്നത്. ബ്രൈറ്റ് ഷെയ്ഡ്സ്, റെഡ്, യെല്ലോ, ഗ്രീൻ. മെന്ന് ടർബൻസും വേസ്റ്റ് കോട്ട്സും വേസ്റ്റ് ജാക്കറ്റ്സും ഒക്കെ ധരിക്കും. അതിൽ ഹെവി മിറർ വർക്ക്സ് ഉണ്ട്. ലവ്സ് ടു അഡോൺ. They wear clothes that have a lot of thread embroidery, buttons, shields. ഇവിടെ ആർട്ട് വർക്കുള്ള ഡ്രസ്സസ് ഒക്കെയാണ്. അതുപോലെ ഹോംസ് ആർ ഇൻട്രസ്റ്റിംഗ്ലി സ്റ്റൈൽ ടു. മൾട്ടിപ്പിൾ കളേഴ്സ് അവരുടെ വാൾസിലൊക്കെ ഉണ്ടാവും. ഘോർ ബോലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലംബാഡി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് അവർ ഉപയോഗിക്കുന്നത്. നോ സ്ക്രിപ്റ്റ്. ഇറ്റ് ഈസ് റിട്ടൺ either in Devanagari or in local languages like Telugu or Kannada. ബൈലിംഗൽ ഓർ മൾട്ടിലിംഗൽ ആണ്. അത് ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നുള്ളൊരു വാർത്തയാണ്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കറണ്ട് റിലേറ്റഡ് വാർത്തകൾ.
നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും.